ഏകദേശം ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനുണ്ടായ അനുഭവമാണ്. ഇല്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദുശീലങ്ങളുള്ളൊരു നേവി ഓഫീസറായിരുന്നു അച്ഛൻ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം വോമിറ്റ് ചെയ്യുന്നത് ബ്ലഡാണ്. അതുപോലെ തന്നെ കാലിലെ പെരുവിരൽ, കയ്യിലെ ചൂണ്ടുവിരലിലൂടെയൊക്കെ ബ്ലഡ് ചീറ്റിപ്പോകും ഇടയ്ക്കിടയ്ക്ക്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അങ്ങനെ വരുമായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ സായി നഴ്സിംഗ് ഹോമിൽ ഡോക്ടർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, രാജഗോപാൽ സാറാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ ആദ്യം പോയി കാണിച്ചപ്പോൾ പറഞ്ഞു, മക്കൾ എത്ര പേരാണോ ചോദിച്ചു. 3 പേരാണ്. വേഗം ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇഹലോകവാസം സംഭവിക്കും എന്നാണ് അദ്ദേഹം തന്ന നിർദ്ദേശം. ഇത് കേട്ടിട്ട് പതറിയൊന്നുമില്ല അച്ഛൻ. പക്ഷേ മക്കളായ നമ്മളും അമ്മയായ എൻ്റെ അമ്മയും വളരെ ശോകമായിട്ടുള്ളൊരു ഇതാണ്. അച്ഛൻ എന്തുകൊണ്ടാണെന്നറിയില്ല, നേവിയിലുള്ള ആ ഒരു എന്താ പറയുക ഗംഭീരമായിരിക്കാം, ഇത് കേട്ടിട്ട് ഒന്നും ഒരു കൂസലും ഇല്ലാതെ നടന്നു. ശേഷം കുപ്പുസ്വാമിയിലും KG ഹോസ്പിറ്റലും മാറി പോയി. അവരും ഇതേ നിർദ്ദേശം തന്നെയാണ് വെച്ചത്. അച്ഛന് വേണമെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി കൊച്ചിൻ നേവൽ ബേസിൽ ചെയ്യാമായിരുന്നു, ഫ്രീ ആയിട്ട് തന്നെ. അന്ന് കാലത്ത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചിട്ടും അച്ഛൻ ഒരൊറ്റ വർത്തമാനം മാത്രമേ പറഞ്ഞുള്ളൂ. ആ കാര്യത്തിൽ തീരുമാനിച്ചത്, തൻ്റെ ശരീരത്തിൽ കത്തിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല, മരിച്ചു പോയാലും വിഷയമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ താല്പര്യമില്ല, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കും എന്നാണ് അച്ഛൻ്റെ ഒരൊറ്റ വാശി. ഒരു നിവൃത്തിയില്ലാതെ നമ്മളത് വളരെ 3 മാസമാണ് വിധി എഴുതിയത്. ഇങ്ങനെ ഇരിക്കെ ബയോളജിക്കൽ ഇവാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ചീഫ് എന്താ പറയുക ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അയ്യർ വെങ്കിട്ട്, അദ്ദേഹം ഇന്ന് സ്റ്റീഫൻ ദേവസി എന്ന കീബോർഡ് ആർട്ടിസ്റ്റിൻ്റെ മാനേജറാണ് ചെന്നൈയിൽ. ഒരുപാട് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഹരിഹരൻ, ശങ്കർ മഹാദേവൻ എന്ന് പറയുന്ന എല്ലാവരെയും, പിന്നെ നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം പോകുന്ന ആളാണ്. വിദേശത്ത് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ നടത്തുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ നൈബർ കൂടെയാണ്. അദ്ദേഹം വന്നിട്ട് നമ്മളോട് പറയുണ്ടായി, അദ്ദേഹം അലോപ്പതിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്, പക്ഷേ അദ്ദേഹം പ്രിഫർ ചെയ്തത് നമ്മുടെ പ്രകൃതി ജീവനത്തിൻ്റെ ഒരു ആൾ വരും, ശ്രീ RR വർമ്മ, പാലക്കാട്. സെക്കൻഡ് സാറ്റർഡേ ആണ് അത് വരുന്നത്. അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കുമെന്ന് എൻ്റെ വീട്ടിലൊരു 7:30 മണി സമയത്ത് അദ്ദേഹം കയറി വന്ന് പറയുണ്ടായി. എന്തുകൊണ്ടാണെന്നറിയില്ല, അച്ഛൻ അതിൽ വളരെ വിശ്വാസം ആ പറഞ്ഞ വാക്കിലും ഉണ്ടായിരുന്നു. അധികം താമസിയാതെ തന്നെ ഒരു സെക്കൻഡ് സാറ്റർഡേക്ക് നമ്മൾ പോയി ടോക്കൺ എടുത്ത് നിൽക്കുകയാണ്. ഞാൻ കൂടെ പോയില്ല, എൻ്റെ അമ്മയും അച്ഛനും. അന്ന് അവിടെ സാറുടെ അസിസ്റ്റൻ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അദ്ദേഹമാണ് നമ്മുടെ സലീം സാർ. നോക്കുമ്പോൾ പുതുതാരത്താണ്, തത്തമംഗലത്ത് തന്നെ വീട്, മാഷാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. വളരെ സന്തോഷം. അതിലേക്ക് കഴിഞ്ഞു വന്നതും അദ്ദേഹം ഒരൊറ്റ ചോദ്യം വർമ്മ സാർ ചോദിച്ചു, ഈ പറഞ്ഞ ദുശീലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഇതെല്ലാം നിർത്താൻ, ഇതെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. തീർച്ചയായും വിടാൻ എനിക്ക് തയ്യാറാണ്, കാരണം ഞാനായിട്ട് എടുത്ത ദുശീലങ്ങളാണ്, ഇത് വിടാനും എന്നെ കൊണ്ടാവുമെന്ന് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ അദ്ദേഹം അത് ഉപേക്ഷിക്കേണ്ടായി. വീട്ടിൽ വന്നു. ഒരു 2 ദിവസം കഴിഞ്ഞതും അച്ഛൻ തീരെ കിടപ്പായി. നമുക്കൊക്കെ പേടിയായി. ബെഡ് റെസ്റ്റ് തന്നെയാണ്, അങ്ങനെ തീരെ കിടപ്പായി. എണിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിൽ കൊണ്ട് അച്ഛനെ എത്തിച്ചു. സലീം സാറിൻ്റെ നമ്പറും കാര്യങ്ങളും വീട്ടിലെ ലാൻഡ് ലൈനാണ്. അദ്ദേഹം ആഴ്ചയ്ക്ക് വീട്ടിൽ വരും. പുരോഗതി എങ്ങനെയാണെന്നറിയാൻ യാതൊരു ഇതുമില്ല. 21 ദിവസം ജലപാനം, ഇളനീര് കുടിക്കാമെന്ന് പറഞ്ഞു തോന്നുന്നു, അത് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. തീരെ കിടപ്പായിരുന്ന അവസ്ഥ. അച്ഛൻ തെങ്ങിലൊക്കെ കയറുമായിരുന്നു, എല്ലാ പണിയും ചെയ്യും, നന്നായി അധ്വാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം ഇളനീര് മാത്രം കുടിച്ച് 21 ദിവസം എന്തോ കിടന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 21 ദിവസം കിടന്ന ആൾ പതുക്കെ ഒരു 10-30 ദിവസം, 1 മാസം കഴിഞ്ഞപ്പോൾ എണിച്ചിരിക്കാൻ തുടങ്ങി. ബെഡ് റെസ്റ്റ് ആയിരുന്നു. എണിച്ചിരുന്ന് ഓരോ സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിങ്ങളുടെ കാലത്തും വൈകുന്നേരത്തെയും രാവിലെ 8:30-ക്കുള്ളിൽ ഉള്ള സൂര്യപ്രകാശവും വൈകുന്നേരം ഒരു 3:30-ക്ക് ശേഷമുള്ള സൂര്യപ്രകാശം കൊള്ളാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പാടെ പാലിച്ചു വന്നു. തലയിൽ തോർത്തുമുണ്ടിട്ട് ഒരു വെള്ളമുണ്ട് ചുറ്റി, അതായിരുന്നു നിർദ്ദേശം. അതും പാലിച്ചു വന്നു. ശേഷമാണ് കുമ്പളങ്ങ നീര്, തഴുതാമ, ചെറുള, കറുകപ്പുല്ല് ഇതിൻ്റെ ജ്യൂസ് കഴിക്കാൻ പറഞ്ഞത്. പിന്നെ പാതി വേവിച്ച പച്ചക്കറികൾ, പിന്നെ ഒരു നേരത്തെ ഭക്ഷണം, അതിൽ സലാഡും ചമ്മന്തിയും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതി ഒരു 30 ദിവസങ്ങൾക്ക് ശേഷം, 2 മാസത്തിന് ശേഷം നിർദ്ദേശിച്ചു. ശേഷം അവിടുന്ന് അങ്ങോട്ടാണ് ഇത് നിന്നത്. ഇത് ഈ 21 ദിവസം ഈ ഇളനീര് വെള്ളം കഴിച്ച് ജീവിക്കുമ്പോൾ തന്നെ
അച്ഛൻ ഈ ബ്ലഡ് വരുന്നത് നിൽക്കുമായിരുന്നു. പിന്നെ അഥവാ ബ്ലഡ് വരികയാണെങ്കിൽ തലയിൽ തോർത്തുമുണ്ട് നനയ്ക്കും, പിന്നെ ഇടുപ്പിൽ തോർത്തുമുണ്ട് നനച്ചിടാനുള്ള നിർദ്ദേശം സലീം സാർ പറഞ്ഞിട്ടുണ്ടായി. അതും പരിപൂർണമായി പാലിച്ചതിൻ്റെ പരിണിതഫലമായിട്ട് അതിൻ്റെ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന നിന്നു. ആ 3 മാസം ജീവിച്ചിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്ത അദ്ദേഹം ഒരു 33 വർഷം ജീവിച്ചിരുന്നു. എല്ലാം ചെയ്ത് 33 വർഷം ജീവിച്ചിരുന്നു. ശേഷം ഞാൻ വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കണ്ണിനൊരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശശികുമാർ സാറാണ് കണ്ണിൻ്റെ ഇതൊക്കെ ചെയ്ത് ചെക്കപ്പൊക്കെ ചെയ്ത് അതിനും ഡോക്ടർ സായി നഴ്സിംഗ് ഹോമിൽ രാജഗോപാൽ സാറിൻ്റെ FC ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇത് ഓപ്പറേഷൻ ചെയ്യാൻ. ഇതിന് ഞാൻ കൊണ്ടുപോയത് എൻ്റെ സ്പ്ലെൻഡർ ബൈക്കിൽ അച്ഛൻ ഇരുത്തിയിട്ട് കൊണ്ടുപോയി. ചെക്കപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ആ ബ്ലാങ്ക് വിട്ടിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ECG വേരിയേഷൻ വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടതും അച്ഛനെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ അത് ECG ചെയ്യുക. അത് ചെയ്തതും കൂടെ കുറേ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ നഴ്സുമാരെയൊക്കെ വിളിച്ച് ഈ വേരിയേഷൻ എങ്ങനെയെന്ന് മനസ്സിലായോ. അതിൽ പറഞ്ഞ അവസാനം മനസ്സിലായി ഇത് K ഗോപാലകൃഷ്ണൻ കൊടുവായൂർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നൊരു പേഷ്യൻ്റാണോ നിങ്ങൾ? അതെ. ഇന്നും നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് അച്ഛനോട് നേരിട്ട് ചോദിച്ചു. യെസ്, ജീവിച്ചിരിക്കുന്നു. എങ്ങനെ വന്നു നിങ്ങൾ? മോൻ്റെ ഒപ്പം ബൈക്കിലാണ് വന്നത്. അയ്യോ, നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തു, ഇനി തിരിച്ചു പോകുന്നത് മോൻ്റെ ഒപ്പമാണ്. നിങ്ങൾക്ക് FC തരാൻ പറ്റുകയാണെങ്കിൽ ചെയ്യൂ, അല്ല ഒരിക്കലും എനിക്കിത് FC ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അച്ഛനതൊരു വളരെ വിഷമം ഉണ്ടായിരുന്നു. തനിക്ക് ട്രോക്കോമയുടെ ഒരു പ്രോബ്ലമാണ്, 2 സൈഡിലും അന്ധത വരുന്നൊരു സംഭവം. 72 വയസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ടും 2 വർഷം കഴിഞ്ഞിട്ടാണ് അച്ഛൻ നോർമലി ഒരു ദിവസം വൈകുന്നേരം ഫ്രൂട്ട് ജ്യൂസ് കഴിച്ച് സീതാരങ്ങ എന്ന് പറയുന്ന ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഒരു ശ്വാസതടസ്സം വന്ന് അങ്ങനെ അദ്ദേഹം ലോകവാസം പ്രാപിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനില്ല, ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ ഷിപ്പിലെ ചെഫാണ്. അപ്പോൾ അദ്ദേഹം പോലും ഞെട്ടി. ഈ രാജഗോപാൽ സാർ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ECG റിപ്പോർട്ടൊന്നും നമുക്ക് തന്നില്ല, ബാക്കിയുള്ളവർ പഠിക്കാൻ വേണ്ടി അവിടെ തന്നെ വെച്ചു. ഓക്കെ, വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസും കൊടുത്ത് നമ്മൾ തിരിച്ചു പോരുകയത്. അങ്ങനെ ഒരു വിദഗ്ധമായിട്ടുള്ളൊരു എന്താ പറയുക അനുഭവം പറയാതെ വയ്യ ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി ഒരു മേഖലയിൽ കൊണ്ടുപോകുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിൽ സംഭവിക്കാനൊന്നുമില്ല. മരണം ഉറപ്പാണ്, ഏവർക്കും ഉണ്ട് ജനിച്ചാൽ. പക്ഷേ ഇരിക്കുന്ന സമയം ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ ദൃഢ മനസ്സും അതുമായിട്ടുള്ള നല്ല ആഹാര രീതി മാത്രം മതി എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാനും അതിൽ തന്നെയാണ്. ഇപ്പോൾ കോവിഡിൻ്റെ ഈ 2 വാക്സിനേഷൻ വെച്ച ശേഷം എനിക്കും കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിനായിട്ട് വന്നതാണ് ഹെർണിയ. ഞാൻ സാറോട് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, അവിടെ ഒരു മുഴയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കിടന്നോട്ടെ, വിരോധമൊന്നുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, വേദനയും ഇല്ല. അതവിടെ കിടക്കുന്നുണ്ട്. പുറമേ കാണുന്ന ഭാഗമൊന്നും അല്ലാത്ത ഒരിടത്താണ് അതുള്ളത്. അതുകൊണ്ട് കാണിച്ചു കൊടുക്കാനും പോകാറില്ലല്ലോ, അത് ശാന്തമായി തന്നെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ആ വാക്സിനേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്, ഓരോരുത്തർ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്താ പറയുക ചതിക്കുഴിയിൽ ഇറക്കുക എന്നുള്ള മാത്രമാണ് മനസ്സിലാക്കുക. നിവൃത്തിയില്ല. എനിക്ക് ഈ ഒരു ഫേം നടത്തണമെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വേണം, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വേണം, ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. നിവൃത്തിയില്ലാതെ ഞാനും എടുത്തുപോയി 2 എണ്ണം. അതിൻ്റെ അവസ്ഥകൾ ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം അവസാനമായി പറയുകയാണ്, ഇത് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ദൃഢ മനസ്സുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു പണിയാണ് പ്രകൃതി ജീവനം, പ്രകൃതി ജീവിത രീതി, ശൈലി. അതിപ്പോൾ ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല, അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ കയ്യിലാണ്. ഇവിടുത്തെ ഈ പ്രസംഗവും പ്രഭാഷണമൊക്കെ കേട്ട ശേഷം അങ്ങോട്ട് പോയിട്ട് ബർഗറും പിസയും കഴിക്കുന്ന ആളുകളും ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ. പക്ഷേ ദൃഢ മനസ്സുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് നന്ദി, നമസ്കാരം.